നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നുമാണ് ആരംഭിച്ചത്. പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് പ്രതിഷേധ മാർച്ച് പോലീസ് തടയുകയും തുടർന്ന് ഷൊർണൂർ തൃശൂർ ഹൈവേയിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഴിമതിക്കാരനായ പിണറായി വിജയൻ രാജിവെക്കണമെന്നാണ് KSUക്കാരുടെ മുദ്രാവാക്യം. അഴിമതിക്കാരനായ പിണറായി വിജയൻ രാജിവെക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം തെരുവിൽ കാണിച്ച് ആ ചെറുപ്പക്കാർ കരിങ്കൊടി കാണിക്കുമ്പോൾ ഒളിവിൽ നിന്നാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ പുറകിൽ യാത്ര ചെയ്യുന്ന CPM-ന്റെ മുന്നിൽ നിങ്ങൾ അവരുടെ ഡ്രസ് കണ്ടിട്ടുണ്ടോ? വെള്ള ബനിയനും കറുത്ത സൂട്ടും അതുപോലെ തന്നെ കാക്കി പാന്റും ഇട്ട പോലീസിന്റെ ചെന്നായി കൂട്ടങ്ങളായി മാറി ഡിവൈഎഫ്ഐക്കാരന്റെ ഗുണ്ടകൾ. ഞാനും കേട്ടതല്ല. 2016 2017 ഞാൻ ലൈബ്രറി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന സമയത്ത് പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിൽ തിരുവനന്തപുരത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കുമായിരുന്നു. ആ ശ്രദ്ധിച്ച് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ചുറ്റും ഏകദേശം 8-9 കിലോമീറ്റർ അറിയപ്പെടുന്ന ഗുണ്ടകൾ സംരക്ഷണം കൊടുക്കുന്നു. എന്തിനാണ് സംരക്ഷണം? ആരാണ് നിങ്ങളെ വെല്ലുവിളിക്കാൻ വരുന്നത്? ആരാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? ബഹുമാനായ KSUകാരൻ KPC പ്രസിഡന്റ് പോലെ ആർക്ക് വേണോ തന്നെ ഈ നാട്ടിൽ ഒരു പട്ടിക പോലും വേണോ തന്നെ എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത്തരം ആളുകൾ നമ്മുടെ നാട് ഭരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നാൽപ്പാടി വാസുവിനെ കൊന്ന പ്രതിയാണ് പിണറായി വിജയൻ എന്നുള്ളത് ഞങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. ആ ഗുണ്ടയ്ക്ക് ഈ ഗുണ്ട സ്റ്റൈൽ തന്നെ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇന്നലെ പറഞ്ഞത് 32 ദിവസം മുന്നേ പഴയങ്ങാടിയിൽ സംഭവിച്ചപ്പോൾ പറഞ്ഞത് ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമെന്നാണ്. പക്ഷെ ഞങ്ങൾ കൊല്ലത്ത് കൊടുത്തിട്ടുണ്ട്. കിട്ടിയാൽ കൊല്ലത്തും കിട്ടുമെന്നാണ് പറഞ്ഞത്. അവിടെ കൊടുത്ത പിള്ളേർ മിടുക്കന്മാരാണ്. ആ യൂത്ത് കോൺഗ്രസ്സുകാരെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇത് കൊടുക്കാനും കൊടുത്തിരിക്കാനും ഞങ്ങൾക്കറിയാം. ഇത് നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ള വഴിയല്ല, നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ള കല്ലല്ല, നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ള ഗുണ്ടാ പരിപാടിയല്ല. പക്ഷേ ഞാൻ പോലീസുകാരോട് പറയുന്നു, പോലീസുകാരുടെ ഹരാസ്മെന്റ് ഈ ചേലക്കരയുടെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയപ്പോൾ മുദ്രാവാക്യം വിളിച്ചു നിന്ന പിള്ളേരുടെ നിക്കത്തേക്ക് മുഖ്യമന്ത്രിയുടെ നമ്പർ 1 വണ്ടി കടന്നു വന്ന് അവരുടെ കൈതട്ടി ഗ്ലാസ് പൊട്ടിയതിന്റെ പേരിൽ 6 ചെറുപ്പക്കാരെ ജയിലാക്കിയത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോലീസുകാർ എന്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ പോലീസ് ഹരാസ്മെന്റ് ആക്ട് 2011 ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നത് ആ KP ആക്ട് 24/4 പഠിക്കണമെന്നാണ് ഈ ബാങ്കിൽ നിൽക്കുന്ന സിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്കറിയാം അത് കൊടുത്തിരിക്കുമെന്നുള്ളത് നിങ്ങൾ പറക്കണ്ട. പോലീസ് ഹരാസ്മെന്റ് നടത്തി ഞങ്ങൾ ചെറുപ്പക്കാരെ അട്ടിമറിക്കാനാണ് തീരുമാനമെടുത്തു. അത് നടപാടില്ല എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നവകേരള സദസ്സല്ല, നവഗുണ്ട സദസ്സായി കേരളത്തിലെ തിരുവനന്തപുരത്ത് മാറുമ്പോൾ 27 ആളുകൾ സംഘടിപ്പിച്ച് DGP ഓഫീസിലേക്ക് പോകാൻ KPCC തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതും ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറയുകയാണ്. പ്രതിഷേധം നിർത്തുകയല്ല, പ്രതിഷേധം ആരംഭിക്കുകയാണ്. ഈ സർക്കാർ 7 വർഷക്കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പരാതി പോലും പരിഹരിക്കാൻ 7 വർഷക്കാലം കൊണ്ട് സാധിക്കാത്ത സർക്കാർ, ഈ സർക്കാർ നവകേരള സദസ്സുമായി മുന്നോട്ട് പോകുന്നത് പരാതി പരിഹരിക്കാനല്ല, ഇലക്ഷൻ കണ്ടാണ് ആലത്തൂർ പിടിച്ചെടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ആലത്തൂർ പിടിച്ചെടുക്കണമെങ്കിൽ എന്താ ഹരിദാസ് 1,50,000 വോട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 ലക്ഷം വോട്ടിന് ഈ മണ്ഡലം വീണ്ടും ജയിക്കുമെന്നുള്ളത് രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായാലും ഞങ്ങൾക്ക് വിരോധമില്ല. രാധാകൃഷ്ണൻ വന്നാലും ആര് വന്നാലും എന്റെ ഹരിദാസ് ജയിക്കുമെന്നുള്ളതാണ്.
വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. നവകേരള യാത്ര എന്നുള്ള പേരിൽ കോടികൾ പൊതിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും കേരളത്തിന്റെ ലക്ഷം മുതൽ ലക്ഷം വരെ സഞ്ചരിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ കുട്ടികളെ മുഴുവൻ റോഡിലിട്ട് തല്ലിച്ചടക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഈ രാഷ്ട്രീയം പിണറായി വിജയൻ കണ്ടെത്തിച്ചിരിക്കുകയാണ്. പോലീസുകാർക്ക് ഈ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. പോലീസുകാരെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഗുണ്ടകൾ അതൊരു ടെമ്പോ ട്രാവലറിൽ നവകേരള യാത്രയെ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർക്ക് പുറമെ ആ ഗുണ്ടകൾ ഇറങ്ങി ഈ നവകേരള യാത്രയെ എതിർക്കുന്ന, അതിനെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഇവിടെയുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കളെയും പ്രവർത്തകരെയും തലക്കടിച്ചുകൊണ്ട് നിങ്ങൾ സംരക്ഷണം നടത്തുന്ന കാര്യം ഞങ്ങളാരും അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയുള്ള സംരക്ഷണം ഏത് രീതിയിലാണ് നിങ്ങൾ നടത്തിയെങ്കിൽ അതിന്റെ തക്കതായ കാരണത്തിൽ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം മാത്രമല്ല. ഇവിടെ ചെറുതുരുത്തിയിൽ നവകേരള യാത്ര വന്നു. ആ നവകേരള യാത്ര വന്നപ്പോൾ നമ്മൾ കണ്ടു ഈ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ മുതൽ ഇടിച്ചു പൊളിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ പന്തലിട്ട് അവിടെ നടത്തിയ പ്രവർത്തനത്തിൽ ഈ പ്രദേശത്തെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് 1 രൂപയുടെ സഹായം ലഭിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ഈ പരിപാടി ഞങ്ങൾ നിർത്തുന്ന കാര്യം ഇവിടുത്തെ സർക്കാർ മനസ്സിലാക്കണം. അതിനുശേഷം അവിടെ KSUവിന്റെ അവിടെ ഒരു ഇലക്ഷൻ നടന്ന സ്കൂൾ ഇലക്ഷൻ, അന്ന് ഞങ്ങളെ 2 കുട്ടികളെ DYFIക്കാരൻ പോലീസിനെ സംരക്ഷിച്ചുകൊണ്ട് അടിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ K പ്രേമൻ, OU ബഷീർ, അനൂപ് പുന്നപ്പുഴ, രാജൻ വരവൂർ, അഹമ്മദ് മുള്ളൂർക്കര തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ശിവദാസൻ, ഷഹീർ ദേശമംഗലം, AA മുസ്തഫ, മാധവൻകുട്ടി, മൊഹീദ്ദീൻ, PV സുലൈമാൻ, രാജൻ വെട്ടത്ത്, PT തമ്പിമണി, കാദർമോൻ, മജീദ്, സണ്ണി, രാമകൃഷ്ണൻ, KA ഷാജി, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഗണേഷ് ആറ്റൂർ, വിഷ്ണുദേവ്, നിഷാർ, അബ്ദുറഹ്മാൻ, അഹമ്മദ് സഹ്വാൻ, അർഷാദ്, മിഥുൻ മാധവ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് M മഞ്ജുള, ജില്ലാ സെക്രട്ടറി മായ ഉദയൻ, മറ്റംഗങ്ങളായ ബീന രവി, രമാ സുരേന്ദ്രൻ, സുനിത, ബീന ഗോപൻ, വിശ്വനാഥൻ, INTUC നേതാക്കളായ അബ്ബാസ്, K കൃഷ്ണൻകുട്ടി തുടങ്ങി നിരവധി പേർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി.